ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനാ ഭാഗം യോശുവയുടെ പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം യോശുവ 16 അധ്യായം 4 വാക്യം. അങ്ങനെ യോസെഫിൻ്റെ പുത്രന്മാരായ മനശ്ശെയ്ക്കും എഫ്രയീമിനും അവകാശം ലഭിച്ചു. യോസെഫിൻ്റെ ജീവിതം എത്ര അർത്ഥവത്തായതായിരുന്നു. ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാമായിരുന്ന അവസ്ഥകളെ അദ്ദേഹം നേരിൽ കണ്ടിരിക്കുന്നു. നല്ലതും തീയതുമായ എത്ര അനുഭവങ്ങൾ. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുമ്പോൾ യോസെഫിൻ്റെ ജീവനും അവസാനിച്ചിരുന്നു. എന്നാൽ ജീവിതവും ജീവചരിത്രവും ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവകൃപ വർദ്ധിച്ചു വരുന്ന സാക്ഷ്യമാണ് യോസെഫിനെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. വാഗ്ദത്ത നാട്ടിൽ മക്കൾക്ക് അവകാശം ലഭിച്ചതിനെ പറ്റിയാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. എന്നാൽ ഇതിലൂടെ ദൈവകൃപയുടെ ധനമാഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സംഭവത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ജീവിത വിജയത്തിനാധാരമായ ദൈവകൃപ. യോസെഫിൻ്റെ 2 മക്കൾക്കാണ് ദേശത്തിൻ്റെ ഒരു ഭാഗം ലഭിക്കുന്നത്. അവരുടെ പേരുകൾ പോലും എക്കാലത്തിലെയും ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് ആധാരമാണ്. ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളെ മറക്കുവാനും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കൂടെ ഇരിക്കുന്ന ദൈവകൃപയെ കൂടെ കൂട്ടാനും ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോഴാണ് ജീവിതത്തിന് യഥാർത്ഥമായ വിജയം വരിക്കുന്നത്. അതിന് ദൈവകൃപ കൂടിയേ തീരുകയുള്ളൂ. മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് അതിർവരമ്പുകൾ ഏറെ ആവശ്യമാണ്. വാഗ്ദത്ത നാട് ഇസ്രായേൽ ജനതയ്ക്ക് അവകാശമായി ദൈവം നൽകുമ്പോഴും അതിരുകൾ നൽകിയാണ് ആ ദേശം അവർക്ക് നൽകുന്നത്. എല്ലാറ്റിനും അതിരുകൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഭൂമിയിലെ ദൈവകൃപയോടുകൂടിയ ജീവിതത്തിന് അതിരുകൾ അത്യന്താപേക്ഷിതമാണ്. കാണപ്പെടുന്ന അതിരുകൾ ഇല്ലാത്തത് ഉന്നതമായ ചിന്തകൾക്കും ഉന്നതങ്ങളിലേക്ക് നോക്കുവാനുമുള്ള ദൈവകൃപയ്ക്കുമാണ്. അതിനാൽ അതിരുകൾക്കുള്ളിൽ നിന്ന് ദൈവകൃപയോടുകൂടിയ ജീവിതമാണെങ്കിലേ അത് വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. രണ്ടാമതായിട്ട്, മാറ്റം ചെയ്യേണ്ടുന്നവയെ മാറ്റുവാനുള്ള ദൈവകൃപ. ഗേരസിൽ പാർത്തിരുന്ന കനാന്യരെ എഫ്രയീമ്യർ നീക്കം ചെയ്തില്ല എന്ന് കാണുന്നു. തദ്ദേശീയരായവരെ തങ്ങളുടെ വാസസ്ഥലത്ത് നിന്ന് നീക്കം ചെയ്ത് ജീവിതം തുടങ്ങണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. എന്നാൽ അവരുടെ ജീവിതശൈലി, ആരാധനാ രീതികൾ ഇവയെല്ലാം ഇസ്രായേല്യരുടെ ജീവിതത്തിന് കലർപ്പ് വരാതിരിക്കുവാനാണ് ദൈവം അങ്ങനെ കൽപ്പിക്കുന്നത്. മാത്രവുമല്ല, കനാന്യരെ ഊഴിയ വേലയ്ക്ക് ഇസ്രായേൽ ജനത ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഊഴിയ വേല കൊണ്ട് നരകയാതന അനുഭവിച്ച ഒരു ജനതയുടെ കരച്ചിൽ കേട്ടാണ് ദൈവം അവരെ വിടുവിച്ച് ഇവിടം വരെ എത്തിച്ചത്. എന്നാൽ ആ ജനത എത്ര വേഗമാണ് കഴിഞ്ഞുപോയ അവരുടെ ചരിത്രം മറന്നുപോയത്. അതിനാൽ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനുള്ളവയെ മാറ്റുവാൻ, നീക്കം ചെയ്യേണ്ടതായിട്ടുള്ളവയെ നീക്കം ചെയ്യുവാൻ, അകറ്റുവാനുള്ളവയെ അകറ്റുവാൻ വലിയ ദൈവകൃപ ആവശ്യമാണ്. അതിനാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നവയ്ക്ക് അനുസൃതമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെയെങ്കിൽ ദൈവകൃപ ധാരാളമായി അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കും. അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വർദ്ധിച്ചു വരുന്ന ദൈവകൃപയുടെ ഭാഗമായിരിക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് ഇടയാക്കുന്നതിനാൽ നന്ദി പറയുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റം ചെയ്യേണ്ടതായിട്ടുള്ളവയെ മാറ്റുവാൻ, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടാതെ ജീവിക്കുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.